ഹായ്, വെൽക്കം ടു MCS. മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത്. മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകൾ ഏത് സെക്ടറിലാണ് അല്ലെങ്കിൽ ഏത് മേഖലയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനെ അടിസ്ഥാനമാക്കി മ്യൂച്വൽ ഫണ്ടുകൾ പ്രധാനമായിട്ടും 5 തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഇക്വിറ്റി ഫണ്ടുകൾ, 2 ഡെറ്റ് ഫണ്ടുകൾ, 3 ഹൈബ്രിഡ് ഫണ്ടുകൾ, 4 സൊല്യൂഷൻ ഓറിയന്റഡ് ഫണ്ട്സ്, 5 ഗോൾഡ് സിൽവർ അല്ലെങ്കിൽ കമ്മോഡിറ്റി ഫണ്ടുകൾ. അങ്ങനെയെങ്കിൽ എന്താണ് ഇക്വിറ്റി ഫണ്ടുകൾ എന്ന് നോക്കാം. ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഷെയറുകളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് ഇക്വിറ്റി ഫണ്ടുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ അതൊരു ഇക്വിറ്റി ടൈപ്പ് ഓഫ് ഫണ്ട് ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഒരു 80% പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഷെയറുകളിലേക്കാണ്. അതായത് നമ്മുടെ ഫണ്ട് എടുത്തുകൊണ്ട് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയറുകൾ വാങ്ങി കമ്പനികളിൽ നിക്ഷേപിക്കുന്നതാണ്. ഇതിൽ തന്നെ വലിയ വലിയ കമ്പനികളുമുണ്ട്, ഇടത്തരം കമ്പനികളുമുണ്ട്, ചെറിയ കമ്പനികളും. അതുപോലെ തന്നെ അതിനെ അടിസ്ഥാനമാക്കി, അതായത് നിക്ഷേപിക്കുന്ന കമ്പനികളെ അടിസ്ഥാനമാക്കി മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, അങ്ങനെ പല ടൈപ്പ് കമ്പനികൾ മ്യൂച്വൽ ഫണ്ടുകളും ഇതിൻ്റെ സബ് കാറ്റഗറി ആയിട്ടും ഉണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. രണ്ടാമത്തെ ടൈപ്പാണ് ഡെറ്റ് ഫണ്ടുകൾ, ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ. അഥവാ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ നിക്ഷേപിക്കുന്ന തുക, എമൗണ്ട് കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കുകയാണ്. അഥവാ കേന്ദ്ര ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്സും അതുപോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനികൾ, ബാങ്കുകൾ എന്നിവ പുറത്തിറക്കുന്ന അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന കടപ്പത്രങ്ങളിൽ നിക്ഷേപിച്ച് അത് വാങ്ങി അതിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് ഡെറ്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഫണ്ടുകളിലും നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇക്വിറ്റികളിലും കടപ്പത്രങ്ങളിലും ഒരുമിച്ച് നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. നാലാമത്തെ ടൈപ്പ് നമുക്ക് പറയാവുന്നതാണ് സൊല്യൂഷൻ ഓറിയന്റഡ് ഫണ്ടുകൾ. അഥവാ ഇപ്പോൾ ഒരു സൊല്യൂഷൻ, അതായത് ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതിനു വേണ്ടിയുള്ള ഫണ്ടുകൾ, അതിനു വേണ്ടി മാത്രമായിട്ടുള്ള ചിൽഡ്രൻസ് ഫണ്ട്, അതല്ലെങ്കിൽ റിട്ടയർമെന്റ് ഫണ്ടുകൾ, ഇത്തരത്തിലുള്ള ഫണ്ടുകളെയാണ് സൊല്യൂഷൻ ഓറിയന്റഡ് ഫണ്ട്സ്. ഒരു പ്രത്യേക സൊല്യൂഷൻ ഓറിയന്റഡ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റുകളെയാണ് സൊല്യൂഷൻ ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ഫണ്ടുകളാണ് ഗോൾഡ് ഫണ്ടുകൾ അല്ലെങ്കിൽ സിൽവർ മ്യൂച്വൽ ഫണ്ടുകൾ. ഈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന ക്യാഷ് ഗോൾഡിലേക്കാണ് നിക്ഷേപം പോകുന്നത്. അപ്പോൾ ഗോൾഡിൻ്റെ വില കൂടുന്നതനുസരിച്ച് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ കൂടുന്നതായിരിക്കും. അത് നമുക്ക് പിന്നീട് വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്ടർ എന്ന് പറയുന്നത് ഇക്വിറ്റി ഫണ്ടുകൾ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇന്ത്യയുടെ വളർച്ചയോടൊപ്പം ഇന്ത്യയുടെ കോർപ്പറേറ്റ് കമ്പനികളും ഗവൺമെൻറ് കമ്പനികളും ഒരുപാട് കമ്പനികൾ, പൊതുമേഖലാ കമ്പനികളും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലുള്ള ഒരുപാട് കമ്പനികളും ഉണ്ട്. ഇവരുടെ വളർച്ച ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവരുടെ ഷെയറുകളും വളരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ റിസ്ക് കുറവാണ്, എന്നാൽ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കാൻ ഏറ്റവും നല്ല ഈസി ആയിട്ട് ഇപ്പോൾ സാധിക്കുന്നതാണ്. ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു ചോദ്യമാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ എങ്ങനെ നിക്ഷേപിക്കാം എന്നുള്ളത്. വളരെ ഈസിയാണ്. ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ട്, അഥവാ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ അവരുടെ ആപ്പ് വഴിയോ, അതല്ലെങ്കിൽ അത്തരം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ആപ്പുകൾ വേറെയുണ്ട്. ഒരുപാട് വേറെ ബ്രോക്കറേജ് കമ്പനികളുണ്ട്. ഉദാഹരണം സെറോദ, ഏഞ്ചൽ വൺ, ഗ്രോ ആപ്പ്, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. ഇത്തരം ഏതെങ്കിലും ഒരു കമ്പനികളിൽ നമുക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് KYC പൂർത്തിയാക്കി ഡയറക്റ്റായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കാം. അതിൽ നമുക്ക് ഏത് മ്യൂച്വൽ ഫണ്ടാണ് വേണ്ടത് എന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിലെ ഏറ്റവും നല്ല നിക്ഷേപിക്കാൻ നല്ല സെക്ടർ എന്ന് പറയുന്നത് ഇക്വിറ്റി ആയതുകൊണ്ട് തന്നെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ തന്നെ ഒരുപാട് സബ് കാറ്റഗറീസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എപ്പോഴും പറയാവുന്ന പോലെ തന്നെ ഏതൊരു നിക്ഷേപം നടത്തുമ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി സ്വന്തമായി പഠിച്ചുകൊണ്ട് മാത്രം നിക്ഷേപം നടത്തുക. നമ്മൾ ഹാർഡ് ഏൺഡ്, അഥവാ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ അറിയാത്ത മേഖലയിൽ അല്ലെങ്കിൽ ഒരു മേഖലയെക്കുറിച്ച് പഠിക്കാതെ ഒരിക്കലും നിക്ഷേപങ്ങൾ നടത്തരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.